മനുഷ്യനെ മറ്റ് ജീവവർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ത് കാര്യത്തെപ്പറ്റിയും അന്വേഷിക്കാനുള്ള അവൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്വേഷണ ബുദ്ധിയും എന്തുകൊണ്ട് എങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവൻ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് തീർത്തും ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും പിൽക്കാലത്ത് അവൻ പോസിബിൾ ആക്കിയിട്ടുണ്ട്. അതിലെ സാധ്യതകൾ തേടിപ്പോയി ഇന്നിപ്പോൾ അനന്തമായ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് പോലും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ചില കാലത്തെ ചില ആളുകളുടെ ഭ്രാന്തമായ ചിന്തയാണ് ഇത്തരത്തിലുള്ള അറിവുകളിലേക്ക് നമ്മളെ എത്തിച്ചത് എന്നുള്ളത് സംശയമില്ല. അത്തരത്തിൽ ഇമ്പോസിബിൾ ആണ് എന്ന് എല്ലാവരും പറഞ്ഞ ഒരു ഭ്രാന്തമായ ചിന്തയുമായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന കഥകളിലെ പോലെ വലിയ വലിയ ട്വിസ്റ്റുകളോ മനസ്സിലാക്കാൻ പാടുള്ള കാര്യങ്ങളോ ഒന്നുമുള്ള സിനിമയല്ല. 1994 സംഭവിച്ച ഒത്തിരി ആളുകൾക്ക് ഇൻസ്പിറേഷനായി മാറിയ മനോഹരമായൊരു കഥ. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. 1994 ആൽവിൻ സ്ട്രൈറ്റ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സഹോദരനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ തുടങ്ങി. പ്ലെയിനിലും ട്രെയിനിലും കാറിലും ഒന്നുമല്ല, ഒരു പുല്ല് വെട്ടുന്ന മെഷീനിൽ. ആളുടെ ഈ യാത്രാനുഭവത്തിലൂടെയും ആള് കണ്ടുമുട്ടുന്ന ആളുകളിലൂടെയും മനോഹരമായി കഥ പറഞ്ഞു പോകുന്ന ഒരു നല്ല ഫീൽ ഗുഡ് പടമാണിത്. കഥ വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. വലിയ സംഭവങ്ങളുണ്ട് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ചെറിയ ടൗണിൽ ജീവിക്കുന്ന ആളാണ് നമ്മുടെ ആൽവിൻ സ്ട്രൈറ്റ്. ആളുടെ മകളോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെ ജീവിച്ചു വരുന്നു. മകളുടെ പേര് റോസ്. പുള്ളിക്കാരി മെന്റലി അത്ര ഓക്കെ അല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. ഒത്തിരി കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ലൈഫിൽ ഏറിയ പങ്കും ഒരുപാട് ശോകത്തിലായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ലൈഫ് ഇങ്ങനെ മന്ദം മുന്നോട്ട് പോകുകയെ ഒരു ദിവസം ആൽവിന്റെ വീടിനകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അയൽവാസിയായ ദൊറോത്തി ആ പരിസരത്തുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരി ഇക്കാര്യം ശ്രദ്ധിച്ചില്ല. കുറേ സമയം കഴിഞ്ഞ് ആൽവിന്റെ ഫ്രണ്ട്സ് ഒരു മുത്തച്ഛൻ ആൽവിനെ തിരക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ വരും. സാധാരണ ഈ സമയം ആൽവിൻ അവരോടൊപ്പം ചെന്ന് ചില്ലിയാറുള്ളതാണ്. ഇന്നിപ്പോ കുറെ ആയിട്ടും അദ്ദേഹത്തെ കണ്ടില്ല. ആളെ തിരക്കി വന്നപ്പോഴോ വീടിനുള്ളിൽ തറയിൽ വീണ് കിടക്കുന്ന ആൽവിനെയാണ് കാണാൻ പറ്റുന്നത്. വീണിട്ട് ഒത്തിരി നേരമായി. ആരുടെയും സഹായമില്ലാതെ എണീക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കിടന്നുപോയി. സംഭവം പറഞ്ഞ ദൊറോത്തി ആവട്ടെ, അയ്യോ ആൽവിൻ, നിങ്ങൾ വീണ് പോയോ? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാനിപ്പോ ആരെ സഹായത്തിന് വിളിക്കും? ആരെങ്കിലും 911 വിളിക്കാനുള്ള നമ്പർ പറഞ്ഞാ? ദൊറോത്തി നിക്ക്, അത്ര പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം. അപ്പോഴേക്കും റോസും വന്നു. ആൽവിൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് കണ്ട് ഇൻസ്റ്റന്റ്ലി പുള്ളിക്കാരിയുടെ കണ്ണ് നിറയുന്നുണ്ട്. റോസ് ഇങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും കുറച്ചധികം ഓവറാണ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. ചെറുപ്പം മുതലേ അങ്ങനെയൊക്കെയാണ്. മാനസികമായി ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ഇപ്പൊ തന്നെ ആൽവിൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞെങ്കിലും റോസ് നിർബന്ധിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മുടെ ആൽവിനൊന്നും അത്ര താല്പര്യമുള്ള കേസല്ല. നീ ഒന്ന് വിട്ടേ അങ്ങോട്ട്. വേൾഡ് വാർ 2 ഫൈറ്റ് ചെയ്ത സോൾജിയറെയാണോ നീ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എനിക്ക് എന്റെ 2 കാലും 2 വടിയും മതി നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് വീരവാദം ഇറക്കി നോക്കിയെങ്കിലും ഏറ്റില്ല. റോസ് പിടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പ്രായം കൂടുന്തോറും വാശി കൂടി വരുമെന്നാണല്ലോ പറയപ്പെടുന്നത്. ആൽവിന് പ്രായാധിക്യമായ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇനിയൊക്കെ റെസ്റ്റ് എടുത്ത് സൂക്ഷിച്ചും മെനയ്ക്കുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആൾ കേട്ട ഭാവം നടിക്കുന്നില്ല. വേണ്ട, നിന്റെ മരുന്നൊന്നും വേണ്ട, ഞാൻ ഓക്കെ പറഞ്ഞിട്ട് എന്റെ കുട്ടിക്ക് കുത്താനല്ലേ? അങ്ങനല്ല മിസ്റ്റർ ആൽവിൻ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇത് വലിയ പ്രശ്നമാവും. ഇപ്പം നിങ്ങളുടെ ഡയറ്റ് ശരിയല്ല, ചില ദുശീലങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും മാറ്റണം, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ആൽവിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാനായിരിക്കും പുള്ളി ഒരു സിഗാറൊക്കെ കത്തിച്ച് വലിച്ചിരുന്ന് ആലോചിച്ചു. പ്രായമൊക്കെ ആയില്ലേ, ഇനിയും ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാവണം നമ്മളെപ്പോഴും നമ്മുടെ രീതിക്കേ പോവുള്ളൂ. സെക്കൻഡ് വേൾഡ് വാറിൽ ജീവൻ പണയം വെച്ച് പോരാടിയിട്ടുണ്ട്. പിന്നെയാണിത്. മുന്നോട്ടുള്ള ജീവിതകാലം മൊത്തം റിസ്കിലാക്കി ഫൈറ്റ് ചെയ്തവനോടാണ് ഈ പ്രായമായപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തട്ടിപ്പോകുമെന്ന് പറയുന്നത്. ആള് ഡോക്ടർ പറഞ്ഞതിനൊന്നും വലിയ വില കൊടുക്കാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. വീടിന് മുറ്റത്തെ പുല്ല് ചെത്താനായിട്ട് ആ ലോൺ മൂവർ ഒന്ന് ഓണാക്കി നോക്കിയാൽ പണ്ടാറങ്ങാതെ അത് ഓണാവുന്നില്ല. അത് ശരിയാക്കാൻ കുറേ നേരം ശ്രമിച്ചു. സാധനം ശരിയായില്ലെന്ന് മാത്രമല്ല മഴയും പെയ്തു. അങ്ങനെ ഇരിക്കെ ഇവർക്കൊരു ഫോൺ കോൾ വന്നു. അതിൽ പറഞ്ഞതാവട്ടെ നമ്മുടെ ആൽവിന്റെ സഹോദരന് സ്ട്രോക്ക് വന്നു എന്ന്. ആ വാർത്ത കേട്ട് ആൽവിന് വല്ലാണ്ട് വിഷമമാവുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ സഹോദരനും അത്ര നല്ല ടേംസിലല്ല. വർഷങ്ങൾക്ക് മുന്നേ ഇരുവരും മുടക്കി പോയതാണ്. അദ്ദേഹം ഇപ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരു 400 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇത്രയും നാളായിട്ടും തന്റെ സഹോദരൻ ലൈലിനെ ഒന്ന് വിളിക്കാനോ അവനോട് ഉള്ള പിണക്കോ ഒക്കെ മാറി മര്യാദയ്ക്കൊന്ന് സംസാരിക്കാനോ ഇദ്ദേഹം ശ്രമിച്ചില്ല. ഇതിപ്പോ വന്ന് അദ്ദേഹത്തിനും പ്രായമായിക്കൊണ്ടിരിക്കുന്നു, അസുഖങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. രണ്ടാളും പരിശുദ്ധ ഡിങ്കനെ കാണാൻ പോകുന്നതിന് മുമ്പ് തങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറ്റി വീണ്ടും ഒന്നിക്കണമെന്ന് നമ്മുടെ ആൽവിൻ ആഗ്രഹം. ഇന്നേ വരെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിലും വിട്ടുകൊടുക്കാതെ വാശിയോടെ നിന്നിട്ടുള്ള മനുഷ്യനാണ് ആൽവിൻ. ഇദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അങ്ങനെയാണ്. അതെങ്ങനെയും നടത്തിയെടുത്തിട്ടേ പുള്ളി അടങ്ങുള്ളൂ. ഇപ്പോൾ തന്റെ സഹോദരനെ നേരിട്ട് പോയി കണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റിയിരിക്കുമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു. ഇക്കാര്യം റോസിനോട് പറഞ്ഞപ്പോൾ അവൾക്കും ആകെ ആശ്ചര്യം. അവൾക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം. ഒരു കാര്യം തീരുമാനിച്ചാൽ ഇദ്ദേഹം പുറകോട്ട് പോകത്തില്ലെന്ന് വ്യക്തമായി അറിയാം.
എനിക്കറിയാം. എന്നിട്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, അച്ഛാ ഇത്രയും ദൂരം നിങ്ങളെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാഴ്ച പോലും പ്രോപ്പർ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല, 400 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളെ കാണാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനോ, ഇത് ശരിയാവത്തില്ല, നിങ്ങളൊന്ന് മൂടിടിച്ച് വീണിട്ട് പിടിച്ചെഴുന്നേപ്പിക്കാൻ 2 പേര് വേണ്ടി വന്നു, അപ്പോഴാണോ ഈ അഭ്യാസം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് കുറെ പറയുന്നുണ്ടെങ്കിലും വലിയ കാര്യമില്ലെന്ന് അവൾക്കും വ്യക്തമായി അറിയാം. ആൽവിൻ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. ആവശ്യത്തിനുള്ള ഫുഡ്, യാത്രാമധ്യേ വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കസേരകൾ, ഗ്രാബേഴ്സ്, ഇതെല്ലാം വലിച്ചുകൊണ്ട് പോകാൻ ഒരു ക്യാരിയർ പോലെ ആള് റെഡിയാക്കി ആളുടെ വീട്ടിലെ ലോൺ മൂവറിലെ പുല്ല് വെട്ടുന്ന യന്ത്രം അതിലേക്ക് ക്യാരിയർ കണക്ട് ചെയ്തു. ഈ ഒരു ലോൺ മൂവറിലാണ് ഇങ്ങനെ 400 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനാകുമ്പോൾ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നാൽ ഇതും കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് അങ്ങ് എത്തുമ്പോഴേക്കും എത്ര നാളാവുമോ എന്തോ. ആൽവിന്റെ ഈ വണ്ടർഫുൾ ഐഡിയ കണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നുണ്ട്, ഇതും കൊണ്ട് ഈ ടൗൺ വിട്ട് പുറത്തു പോകാൻ പോലും പറ്റില്ല എന്ന്. അവർ പറഞ്ഞ പോലെ സംഭവിച്ചു. കുറച്ചങ്ങോട്ട് മുന്നോട്ട് എന്നതും ആ ലോൺ മൂവർ കേടായി പോയി. എത്രയോ തവണ കേടായി പിന്നെയും ശരിയാക്കി അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ടൗൺ വരെ വരാൻ പറ്റിയതെങ്കിലും ഭാഗ്യമെന്ന് കരുതാം. ആ പദ്ധതി ഏതായാലും പൊളിഞ്ഞല്ലോ എന്ന് കരുതി നമ്മുടെ ആൽവിൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. നേരെ ലോൺ മൂവേഴ്സ് വിൽക്കുന്നവരിടത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെ വീണ്ടും വാങ്ങുന്നുണ്ട്. പുതിയത് വാങ്ങാനുള്ള കാശില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ വരെ എത്തിപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എന്നുള്ള രീതിയിൽ ഇത് ഒപ്പിച്ചു. യാത്ര തുടങ്ങി. ഇതിന്റെ ഒരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയാൽ 10 കിലോമീറ്റർ സ്പീഡ് കിട്ടും. ഇതുകൊണ്ട് ഈ എഴഞ്ഞെഴിഞ്ഞ് 400 കിലോമീറ്റർ പോകണം. അതും ഇദ്ദേഹത്തിന്റെ ഈ ആരോഗ്യാവസ്ഥയിൽ ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ എടുത്തേക്കാം. ഓരോ ദിവസവും പോകാൻ പറ്റുന്ന അത്രയൊക്കെ ദൂരം പോകുന്നു. എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കുന്നു. കുറച്ച് നാൾ തള്ളി നീക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും സ്റ്റേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആൾ കരുതിയിരുന്നു. തണുപ്പായാൽ തീ കായാനുള്ള സെറ്റപ്പ് പോലെ ആളുടെ പക്കലുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. യാത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. വഴിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം ആസ്വദിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷത്തിൽ ആളിങ്ങനെ യാത്ര ചെയ്തേ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി വഴിയെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്. ആരും നിർത്തുന്നില്ല. ആൽവിൻ ഈ വണ്ടി കൊണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അവള് സൂക്ഷിച്ചു നോക്കും. ഈ ഒരു മൊത്ത സെറ്റപ്പ് കണ്ട് പുള്ളിക്കാരി കൈ കാണിക്കാൻ പോലും തയ്യാറാവാതെ പുറകോട്ട് മാറി നിൽക്കും. ഇത് ഓടുന്നതേ ഭാഗ്യം, പിന്നെ ഇതിൽ കയറുന്നതിനേക്കാളും നല്ലത് നടന്നു പോകുന്നതാ. അവള് മാറി നിന്നത് കണ്ട് നമ്മുടെ ആൽവിനും വലിയ മൈൻഡാക്കാതെ ജസ്റ്റ് ചിരിച്ചിട്ട് അങ്ങനെ പോയി. അന്നത്തെ ദിവസം ഒരിടത്ത് റെസ്റ്റ് എടുക്കുന്നു. ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് ചൂടാക്കി അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ദേ ആ പെണ്ണ് അവിടെ കൈ കാണിച്ചുകൊണ്ട് വന്ന് അവള് വരുന്നു. അത്രയും സമയം അവിടെ നിന്ന് പല വണ്ടികൾക്ക് കൈ കാണിച്ചിട്ട് ആരും നിർത്തിയില്ല എന്ന്. ഓ അത് സാരമില്ല മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? വാ കഴിക്കാം. എന്തൊക്കെയോ സങ്കടത്തിനിടയിലായിരുന്ന ആ പെൺകുട്ടിക്കും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷമായി. അവിടെ ഇരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നു. തണുപ്പായതുകൊണ്ട് അവൾക്ക് പുതയ്ക്കാൻ ബ്ലാങ്കറ്റ് ഒക്കെ കൊടുത്തേ. അവൾ ശരിക്കും കംഫർട്ടബിൾ ആയി. ഇദ്ദേഹത്തോടും കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആൽവിൻ മറ്റു പലരോടും അത്ര ഫ്രണ്ട്ലി അല്ലെങ്കിലും എന്തോ ഇവള് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ ഇത് സത്യമാണോ ഈ പറയുന്നേ? ലോറൻസിൽ നിന്ന് മൗണ്ട് സിയോൺ വരെ, അതും ഈ വണ്ടിയിലാ? സ്വാഭാവികമല്ലേ, അവൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇങ്ങേറെ ഈ തീരുമാനം കേട്ട് എല്ലാവരും ഇതൊക്കെ തന്നെ ചോദിച്ചത്. ആ പെൺകുട്ടി അവളുടെ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. പുള്ളിക്കാരിയും അവളുടെ ബോയ് ഫ്രണ്ടും തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇപ്പൊ പണിയായി. ഇക്കാര്യം വീട്ടിലറിഞ്ഞ പ്രശ്നമാണ്. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയേക്കാമെന്നുള്ള ധാരണയിലായിരുന്നു. ഇതിപ്പോ ഒരു അബദ്ധം പറ്റിയതല്ലേ. എന്തായാലും അവളുടെ വീട്ടുകാർ അവളെ കുറ്റം പറയുള്ളൂ. അവള് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നേരിടേണ്ടി വന്നേക്കാം. അതെല്ലാം ഭയന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് മനസ്സിലാക്കുന്ന ആൽവിൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഇങ്ങനെ റഫായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനും ഭാര്യയ്ക്കും 14 മക്കളായിരുന്നു. അതിൽ 7 പേരെ സർവൈവ് ചെയ്തുള്ളൂ. ഭാര്യ ഇപ്പൊ ജീവനോടെയില്ല. മക്കൾ പലയിടങ്ങളിലാണ്. ഇദ്ദേഹത്തിനോടൊപ്പം റോസ് ആണുള്ളത്. റോസിന്റെ കാര്യം അറിയാലോ, മാനസികമായി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നവളാണ്. അവളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്ക് 3 കുട്ടികളായിരുന്നു. റോസിയുടെ പ്രത്യേക കണ്ടീഷൻ കാരണം അവൾക്ക് കുട്ടികളെ ഒന്നും നോക്കാൻ പറ്റില്ല. കുട്ടികളെ അവളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ കുറെ അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും റോസിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ആൽവിൻ എന്ന് അവളെ സപ്പോർട്ട് ചെയ്തു. അവളുടെ കൂടെ നിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കൽ ഒരു തീയിൽ പെട്ട് റോസിയുടെ മക്കളിൽ ഒരാൾക്ക് പൊള്ളലേറ്റു. അതോടെ അവളുടെ 3 കുട്ടികളെയും അവളിൽ നിന്ന് അകറ്റുമായിരുന്നു. കുട്ടികളെ നോക്കാൻ റോസി ഒട്ടും കേപ്പബിൾ അല്ല. അവളോടൊപ്പം ആണെങ്കിൽ ഇനിയും അപകടങ്ങൾ റിപ്പീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെയും അവളെയും അകറ്റി. ആ ഒരു വലിയ വിഷമം റോസിയുടെ മനസ്സിലുണ്ട്. നോർമലായിട്ടുള്ളൊരു പേഴ്സണ് പോലും ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പം മെന്റലി ഇല്ലായിട്ടുള്ള അവൾക്ക് എന്തോരം പ്രശ്നങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടാവും. അന്ന് റോസിനെ ചേർത്ത് പിടിക്കാൻ ആൽവിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോസിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ശരിയാണ് എന്ന് കരുതി അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവൾ ഇദ്ദേഹത്തിന്റെ മകളാണല്ലോ. തന്റെ മകളെ താൻ ഇന്നും ചേർത്ത് പിടിക്കുമെന്ന് പറയുകയാണ് ആൽവിൻ. പേരൻസ് മക്കളെ എങ്ങനെ കാണുന്നു എന്നും ഫാമിലിയുടെ ഇമ്പോർട്ടൻസും ഒക്കെ ഇദ്ദേഹം അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. കമ്പുകളുണ്ടല്ലോ, ചെറിയ കമ്പുകളൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ കമ്പുകളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വലിയൊരു കെട്ടാക്കിയിട്ട് ഒടിക്കാൻ ശ്രമിച്ചാലോ മുമ്പത്തെ പോലെ ഈസി അല്ല. അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കാനും സാധിക്കില്ല. അതാണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്ന്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും നമ്മളെ അങ്ങനെ ഒടിച്ചു കളയാൻ പറ്റും. എന്നാൽ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. എപ്പോഴും ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. തീർച്ചയായും അതിന്റെ പേരിൽ അവളുടെ പേരൻസ് അവളെ വഴക്ക് പറയും, അവളെ അടിച്ചെന്ന് വരും. പക്ഷേ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ അവരോളം ഇവളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ല എന്നൊക്കെ ആൽവിൻ പറഞ്ഞു കൊടുത്തു. എല്ലാം അവൾക്കും വ്യക്തമായി മനസ്സിലായി. ദെൻ നമ്മുടെ ആൽവിൻ അവളോട് അദ്ദേഹത്തിന്റെ
ട്രെയിലറിൽ സ്ഥലമുണ്ട്, അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട മുത്തശ്ശ, നിങ്ങൾ എന്തായാലും അവിടെ പോയി കിടന്നോ, എനിക്ക് കുഴപ്പമില്ല, ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ട്രെയിലറിൽ ചെന്ന് കിടന്നുറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിറ്റേ ദിവസം ആൽവിൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളെ അവിടെയെങ്കിലും കാണാനില്ല. അവൾ ഇരുന്നിരുന്ന സ്ഥലത്ത് ഒരു കെട്ട് കമ്പുകൾ അങ്ങനെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആൽവിൻ ഇന്നലെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായി മനസ്സിലായി. അതാണ് ശരിയെന്ന് പുള്ളിക്കാരി മനസ്സിലാക്കിയിട്ട് അവൾക്ക് സംഭവിച്ചു പോയൊരു അബദ്ധത്തിന്റെ പേരിൽ എങ്ങോട്ടും ഓടിപ്പോകാതെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. തീർച്ചയായും അവൾക്ക് സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പേരൻസിന്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ 2 കിട്ടിയെന്നൊക്കെ ഇരിക്കും. എന്നാലും മോളായി പോയില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകായിരിക്കും. സന്തോഷം, കുട്ടി ആ റിയാലിറ്റി മനസ്സിലാക്കിയല്ലോ. ഏതായാലും നമ്മുടെ ആൽവിൻ അപ്പാപ്പൻ പിന്നെയും പുള്ളിക്കാരന്റെ യാത്ര തുടർന്നു. വെയിലും മഴയും ഒക്കെ സഹിച്ചു തന്നെയാണ് യാത്ര. മഴ പെയ്യുമ്പോൾ അടുത്തെവിടെങ്കിലും ഷെൽട്ടർ ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കും, ഇല്ലെങ്കിൽ നനഞ്ഞുകൊണ്ടേ വണ്ടി ഓടിക്കും. ഒരു വലിയ ലക്ഷ്യം അങ്ങനെ മുന്നിൽ നിൽക്കുമല്ലേ. ചെറിയ ചെറിയ തടസ്സമൊന്നും ആൾക്കൊരു പ്രശ്നമേ അല്ലെന്നേ. എന്തൊക്കെയാണെങ്കിലും മുന്നോട്ട് തന്നെ അങ്ങനെ പോകുന്നു. പോണ വഴിക്ക് ഇദ്ദേഹം പോകുന്ന അതേ റൂട്ടിൽ ഒരുപാട് സൈക്ലേഴ്സിനെയൊക്കെ കാണാം. ഉടനെ ആൽവിൻ വണ്ടി ഒതുക്കി അവിടെ ഇറങ്ങി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കൈയൊക്കെ ഉയർത്തി കാണിക്കും. ഏതാണ്ട് അന്ന് രാത്രി ആകുമ്പോഴേക്കും സൈക്ലേഴ്സ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ആൽവിനും എത്തും. ഇന്ന് രാത്രി ഇവരോടൊപ്പം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ പ്രായത്തിലും നമ്മുടെ ആൽവിൻ അപ്പാപ്പൻ ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് കേട്ട് അവരൊക്കെ അങ്ങ് ഇൻസ്പയർഡ് ആയി. ഇദ്ദേഹത്തെ കണ്ടില്ലേ, ഈ പ്രായത്തിലും ഇത്ര ചെറുചെറുക്കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഏജ് വേസ്റ്റ് ആക്കാൻ പാടില്ല, ഇദ്ദേഹത്തെ പോലെ ആവണമെന്നൊക്കെ. എന്നാൽ നമ്മുടെ ആൽവിൻ ഇത് മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കി കാണുന്നത്. ഇവർ പറയുന്നത് ശരിയാണ്, ഏജ് വേസ്റ്റ് ആക്കി കളയരുത്. ആ പ്രായത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് 60-ാം വയസ്സ് റിട്ടയർ ചെയ്യുമ്പോൾ കോടികൾ കിട്ടാൻ വേണ്ടി ഇപ്പം SIP ഇടണ്ട എന്നല്ല. എന്നാലും 60-ാം വയസ്സിലൊക്കെ ലംബോർഗിനി അവൻ്റെ റിസ്ക് എടുക്കുന്നതിലും നല്ലതല്ലേ ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊപ്പിക്കുന്നത്. അപ്പാപ്പൻ്റെ ഒരു കാഴ്ചപ്പാട് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഷ്ടപ്പെടാൻ പറ്റിയൊരു പ്രായമാണ്. മടി പിടിച്ചിരിക്കരുത്, ഉച്ചവരെ കിടന്നുറങ്ങരുത്, ശരീരത്തിന് തളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഇടയ്ക്കിടയ്ക്കുള്ള വിദേശയാത്ര ഒഴിവാക്കുക, നല്ല നല്ല ബുക്സ് വായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. ഇന്നിനിപ്പോൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആകുമെന്ന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ആൽവിൻ അപ്പാപ്പൻ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ എന്തോ ആളുടെ ആ ഒരു കുട്ടിക്കാലം അത്ര നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ചിന്ത ചെറുപ്പത്തെ പറ്റി ചിന്തിക്കുന്നതാണെന്ന്. ആ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുണ്ടല്ലോ, 12-13 വയസ്സൊക്കെയുള്ള നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ഇപ്പോഴേ നമ്മൾ ഭാവിക്ക് വേണ്ടി അധ്വാനിച്ച് തുടങ്ങണമെന്നാണ് ആൽവിൻ അപ്പാപ്പൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. വീണ്ടും യാത്ര തുടർന്നു. ദിവസങ്ങളോളം യാത്ര ചെയ്ത് അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു സ്ത്രീ, പുള്ളിക്കാരി അത്യാവശ്യം വേഗത്തിൽ കാർ ഓടിച്ചു വരുമായിരുന്നു. റോഡിന് കുറുകെ മാൻ പാസ് ചെയ്തത് പുള്ളിക്കാരി ശ്രദ്ധിച്ചില്ല. കാർ വെട്ടിച്ചെങ്കിലും കാർ ഇടിച്ച് മാൻ ചത്തു. അപ്പാപ്പൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ സ്ത്രീ നിന്നങ്ങ് വിറയ്ക്കുവാണ്. ഇതെന്ത് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലേ, ഞാൻ അവിടുന്ന് ഹോൺ അടിച്ച് ലൈറ്റൊക്കെ ഓൺ ചെയ്തല്ലേ വന്നേ, ഇതിനോട് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ അലറിക്കൊണ്ടാ വന്നേ. എന്നാലും എൻ്റെ അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളാ, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? കഴിഞ്ഞ 7 ആഴ്ചയായിട്ട് 13 മാനിനെയാണ് ഞാനിങ്ങനെ ഇടിച്ചു കൊന്നത്. ഇനി വയ്യ, ഇനി എനിക്കൊന്നും സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി വണ്ടിയെടുത്ത് അങ്ങനെ ഒരു വഴിക്കങ്ങ് പോയി. നമ്മുടെ ആൽവിനാവട്ടെ ആ പുള്ളിക്കാരി അവിടുന്ന് പോയതും അവർ ഇടിച്ചു കൊന്ന മാനിനെ തൂക്കിയെടുത്ത് ട്രെയിലറിലിട്ടു. രാത്രി തീയൊക്കെ കൂട്ടി ഇതിനെ വെട്ടി നുറുക്കി തിന്നുകയും ചെയ്തു. നല്ല ഫുഡ് കിട്ടിയ ആള് വിട്ടുകളയോ? ഇത്രത്തോളം പ്രോട്ടീൻ അല്ലേ കൺമുന്നിൽ കിടക്കുന്നത്? എത്ര ദൂരം യാത്ര ചെയ്യാനുള്ളതാ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺമുന്നിൽ തടഞ്ഞാൽ അതിനെ അകത്താക്കുന്നത് കൊണ്ട് മോറലി തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത ദിവസം വീണ്ടും യാത്ര തുടർന്നു. ഇദ്ദേഹം യാത്ര ചെയ്യുന്ന അതേ വഴിയിൽ ഫയർ ഫൈറ്റേഴ്സ് മോക്ക് ഡ്രിൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ വീടിന് തീയൊക്കെ കത്തിച്ചിട്ട് അത് അണയ്ക്കാൻ ശ്രമിക്കുവാണ്, പരിശീലിക്കുവാണ്. ആ സെയിം റൂട്ട് ഒരു സ്ലോപ്പ് കൂടിയായിരുന്നു, ഇറക്കമായിരുന്നു, ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന ഒരു വഴിയാണ്. നമ്മുടെ ആൽവിന്റെ കഷ്ടകാലത്തിന് അങ്ങോട്ട് കയറിയതും ലോൺ മോറിന്റെ ബ്രേക്ക് അങ്ങ് പോയി. ട്രെയിലറിലുള്ള അത്രയും സാധനങ്ങളുടെ വെയിറ്റ് കൂടാതെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് ഇതെല്ലാം കൂടെ വെച്ച് അത് എങ്ങനെ പിടിച്ചു നിൽക്കും? ബ്രേക്ക് പൊട്ടി വണ്ടിക്ക് കൺട്രോളും ഇല്ലാതെ വേഗത്തിൽ ആ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വീട് ലക്ഷ്യമാക്കിയാണ് ചെല്ലുന്നത്. ഇത് കണ്ട് അവിടെയുള്ള ആളുകളൊക്കെ പാനിക്കായി. ഇതെന്താ ഇയാൾ കാണിക്കുന്ന, ആളിപ്പോൾ ചാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരോടി വന്നപ്പോഴേക്കും എങ്ങനെയൊക്കെയോ നമ്മുടെ ആൾ മെനക്കെട്ട് കഷ്ടപ്പെട്ട് അതൊരു വിധത്തിൽ തിരിച്ച് പിടിച്ച് നിർത്തി. മുത്തശ്ശ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണോ നിങ്ങൾ? ആൽവിനും ഇപ്പോഴാണൊന്ന് ശ്വാസം നേരെ വീണത്. ഇല്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. എന്താ ഇത് ശ്രദ്ധിക്കണ്ടേ? ഇത്രയും വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എവിടുന്ന വരുന്നേ? ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും ഒരേ അത്ഭുതം. ആദ്യം ഒന്ന് സംശയിച്ചു, സത്യം തന്നെയാണോ ഇയാൾ ഈ പറയുന്നത്? ഈ വണ്ടിയും വെച്ച് അത്രയും ദൂരേന്ന്, അതും ഈ പ്രായത്തിൽ, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഈ പ്രായത്തിൽ, വടി ഊന്നി നടക്കുന്ന ഈ പ്രായത്തിൽ ഇത്രയൊക്കെ അഡ്വഞ്ചർ കാണിച്ച് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനും സംശയിച്ചു പോകുന്ന പോലെ അവരും സംശയിച്ചു പോയി. എന്നാൽ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ സംശയങ്ങളൊക്കെ മാറിയെന്ന് മാത്രമല്ല, നമ്മുടെ ആൽവിനോട് അവർക്ക് റെസ്പെക്ട് തോന്നിപ്പോയി. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലോൺ മൂവ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം സമയമെടുക്കും. ഇവിടെ മെക്കാനിക്ക് അടുത്തുണ്ട്, പക്ഷെ അവർ വന്ന് റെഡിയാക്കുമ്പോഴത്തേക്ക് ടൈം എടുക്കും. ആൽവിനോട് ഇവരുടെ കൂടെ നിന്നോളാൻ പറഞ്ഞു. ഇവരൊക്കെ നല്ല ആളുകളാണ്, നല്ല പെരുമാറ്റം, ആൽവിനും ഇഷ്ടപ്പെട്ടു. എന്നാലും അവരുടെ വീട്ടിൽ കയറിയൊന്നും താമസിക്കാൻ പോകുന്നില്ല. ആളുടെ രീതിയിൽ ആ പരിസരത്തൊക്കെ തന്നെ അങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നുണ്ട്. ലോൺ മൂവ് ശരിയാക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യത്തിനുള്ള പണമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പൈസ വേണമല്ലോ, ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ മേ ബി അവർ സഹായിച്ചേക്കും. എന്നാലും നമുക്ക് അവരുടെ സഹായം ഒന്നും വേണ്ട, ഒന്നും ശരിയാവില്ല എന്നുള്ള മട്ടിൽ ആളവരുടെ വീട്ടിൽ പോലും കയറാതെ അവരുടെ
ഫോൺ വാങ്ങി ഇദ്ദേഹത്തിന്റെ മകളെ കോൺടാക്ട് ചെയ്യും. ഫോൺ എടുക്കുന്ന റോസി ആവട്ടെ ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടതും ഒരുമാതിരി പൊട്ടി പൊട്ടിയാൻ കരയുന്നുണ്ട്. അച്ഛനെ മിസ് ചെയ്യുന്നു, അകത്ത് നിൽക്കാൻ വയ്യ, അങ്ങനെ ഇങ്ങനെയൊക്കെ അവളുടെ പ്രശ്നങ്ങൾ അറിയാലോ. റോസി മോളെ, ഞാൻ എന്തായാലും അങ്ങോട്ടല്ലേ തിരിച്ചു വരുന്നേ, എനിക്കിപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുമോ? നമ്മുടെ വണ്ടി ഒന്ന് കേടായി. മോള് അവിടെ പോയിട്ട് എൻ്റെ ഒരു ചെക്ക് അവിടെ ഉണ്ട്, ആ ചെക്ക് എടുത്ത് അതിലെ നമ്പർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? റോസിയും അതെല്ലാം നോക്കിയെടുത്ത് കറക്റ്റായിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത്യാവശ്യം മാനേജ് ചെയ്യാനുള്ള കുറച്ച് പണം ഇദ്ദേഹം ഒപ്പിച്ചു. അതിലും അധികം പൈസ ഒന്നുമില്ലായിരുന്നു. പ്രായമായവർക്ക് കിട്ടുന്ന പെൻഷൻ പോലെ എന്തോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ചെയ്ത് എന്തോ ആണ് ഈ പണം കിട്ടിയത്. റോസിയെ വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആ വീട്ടുകാരുടെ ഫോണാണല്ലോ യൂസ് ചെയ്തത്. അതിനു പോലും ഇദ്ദേഹം അവിടെ പണം വെക്കുന്നുണ്ട്. വണ്ടി ശരിയാകുന്നതുവരെ ഇവിടെ നിന്നോളാൻ അവർ സമ്മതിച്ചല്ലോ. അവരതൊരു സഹായം എന്ന് കരുതി ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ആൾക്ക് ആരുടെയും സഹായം വേണ്ട, ഒന്നും ഓസിന് വേണ്ട. എല്ലാത്തിനും പൈസ കൃത്യമായിട്ട് എണ്ണി തന്നിരിക്കും. ആ വീട്ടിലെ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഈ ഒരു പെരുമാറ്റ രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തോട് വേണമെങ്കിൽ ആൽവിന്റെ ബ്രദർ ലൈലുള്ള അവിടേക്ക് ഇവർ ഇദ്ദേഹത്തെ വേണേ ഡ്രോപ്പ് ചെയ്യാം, അവർക്കും ഒരു ട്രിപ്പ് പോകുന്ന പോലെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുത്തന്റെ ഒരണാ പൈസ പോലും ഓസിന് വേണ്ട എന്ന് ഉറച്ച തീരുമാനമുള്ള നമ്മുടെ ആൽവിൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ യാത്ര ഞാനായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഞാനായിട്ട് തുടങ്ങിയത് ഞാനായിട്ട് അത് പൂർത്തീകരിക്കണം. ഇങ്ങനെ വാശിയുള്ളൊരു മനുഷ്യനാണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ദെൻ ആ പ്രദേശത്തൊക്കെ തന്നെ ജീവിക്കുന്ന നമ്മുടെ ആൽവിന്റെ അത്രയും പ്രായമായ ഒരു അപ്പൂപ്പൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, ഹലോ ആൽവിൻ, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, വാ 2 വീശിയിട്ട് വരാം. ആൽവിൻ അതും വേണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം വെള്ളവടിയൊക്കെ നിർത്തിയതാണ്. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡ്രിങ്കിങ് ഒക്കെ നിർത്തി. ഇന്നിപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്നില്ല, എന്നാലും ഈ ഡ്രിങ്ക് ചെയ്യാൻ പോകുന്ന മുത്തച്ഛന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്നുണ്ട്. ഇവരാകുമ്പോൾ ഒരേ പ്രായക്കാര്, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല, രണ്ടാൾക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ആൽവിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ മുത്തച്ഛനും ഒരു സോൾജിയർ ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാര്യങ്ങളും ആ ഒരു പ്രശ്നങ്ങളും ഒരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങൾ ഇതെല്ലാം നേരിൽ കണ്ടു വളർന്ന അവസ്ഥ, അത് കാരണമുണ്ടായ ട്രോമാസ്, അതിനെപ്പറ്റിയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും നാൾ നമ്മുടെ ആൽവിൻ ആരോടും ഷെയർ ചെയ്യാതിരുന്ന ഒരു കാര്യം, ഒരു രഹസ്യം ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇദ്ദേഹം മദ്യപിക്കാതായതിന്റെ റീസൺ, ഇവരെ ആർമിയിലുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ സ്ക്വാഡിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാവർക്കും കാര്യമായിട്ടുള്ളൊരു പയ്യൻ. ഒരു ദിവസം ഇവരുടെ ക്യാമ്പിലുള്ള സോൾജിയേഴ്സ് ആ പറഞ്ഞ പയ്യന്റെ മൃതദേഹം കണ്ടെത്തി. അതും ഇവർ തമ്പടിച്ചിരുന്നതിന് കുറച്ചപ്പുറത്തായിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി ഒരു കാട് ഏരിയയിൽ നിന്ന്. ശത്രു സൈന്യം അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു എന്ന്, ശത്രുക്കൾ അത്രയും അടുത്തെത്തി കഴിഞ്ഞു എന്ന്. എല്ലാവർക്കും ഒരുപാട് വിഷമമായി. നമ്മുടെ ആൽവിൻ ഒത്തിരി അങ്ങ് വിഷമമായി. കാരണം ആ പയ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നത് ശത്രു സൈന്യമല്ല. അന്ന് ആ ദിവസം ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ നിന്നത് നമ്മുടെ ആൽവിനായിരുന്നു. രാത്രി ഒരു സമയത്ത് ദൂരെ കാട്ടിലൊരു അനക്കം കേട്ടപ്പോൾ ഇദ്ദേഹം രണ്ടാമതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് എയിം ചെയ്ത് ഷൂട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ അത് ആ പയ്യനായിരുന്നു. ശരിക്കും നമ്മുടെ ആൽവിന്റെ വെടി കൊണ്ടാണ് അവൻ മരിക്കുന്നത്. യുദ്ധത്തിൽ പലതവണ തന്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആ പയ്യനെ താൻ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞുള്ളൂ എന്നുള്ള റിയാലിറ്റി ഇദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അന്ന് മുതൽ ആ ഒരു വലിയ വേദനയോടെയാണ് നമ്മുടെ ആൽവിൻ ജീവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മദ്യപിച്ചിട്ടുമില്ല. ഇതെല്ലാം ആ മുത്തശ്ശനോട് വിഷമത്തോടെ പറഞ്ഞു കൊടുത്തു. ശേഷം അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ ലോൺ മൂവർ ശരിയാക്കാനായിട്ട് മെക്കാനിക്ക് വന്നു. ഒരാളല്ല, 2 ആള് ബ്രദേഴ്സാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള കശപിശകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് അത് അങ്ങനെ ആക്കണം ഇതിങ്ങനെ ആക്കണം എന്നൊക്കെ അവർ തമ്മിൽ തന്നെ ഒരു തീരുമാനമില്ലാതെ എങ്ങനെയൊക്കെയോ തട്ടിത്തടഞ്ഞ് ലോൺ മൂവർ റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഈ പണിക്ക് ലോകത്തില്ലാത്തൊരു കത്തി വിലയും പറയും. നമ്മുടെ ആൽവിൻ ആരാ മുതൽ ലോൺ മൂവറിന്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനും വ്യക്തമായി അറിയാം. ഇന്ന പാർട്സിന് എത്ര വില വരും, അതിന്റെ പണിക്കൂലി എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ബ്രദേഴ്സിന്റെ ഉടായ്പ പണി ഇവിടെ നടന്നില്ല, അവരുടെ പണിക്കനുസരിച്ചുള്ള കൂലി കൊടുത്തു. എന്നിട്ട് ഇവർ തമ്മിലൊരു ഒത്തൊരുമയില്ലാന്ന് കണ്ടിട്ട് അവരെ ഉപദേശിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ സഹോദരനും ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ ഇപ്പൊ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ അവനോട് മിണ്ടിയിട്ട് പോലുമില്ല. അന്ന് ആ പ്രായത്തിൽ ആവേശത്തിന്റെ പുറത്ത് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രായമാവുമ്പോഴാണ് എനിക്ക് അതിന്റെയൊക്കെ മനസ്സിലാവുന്നത്. അവനെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വഴക്കുകളൊക്കെ തീർക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ പോകുന്നേ. പ്രായമായി വരുമല്ലേ, എപ്പോഴാണ് നീതിമാൻ ഡിങ്കൻ ഞങ്ങളെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കുറച്ചു കാലം മുന്നേ എൻ്റെ ഈ വാശിയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ അവനെ കാണാൻ പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. വാശി കാണിക്കരുത്. സഹോദരങ്ങളോളം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മറ്റാരും ഇല്ലടാ. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് സഹോദരങ്ങൾക്കും അത് കണക്ട് ആവുന്നുണ്ട്. ദെൻ നമ്മുടെ ആൽവിനോട് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞ ആ വ്യക്തിയില്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് വീണ്ടും അദ്ദേഹത്തോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആൾക്ക് ആരുടെയും ഒന്നും ഫ്രീ ആയിട്ട് വേണ്ട, അങ്ങനെ ഒരു മൈൻഡൊക്കെ ആണെങ്കിലും എല്ലാത്തിനും കൃത്യമായി പൈസയൊക്കെ കൊടുക്കുമെങ്കിലും എല്ലാ സഹായത്തിനും നന്ദി പറയാനും മറക്കില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹവും, മുത്തച്ഛൻ നിങ്ങളെ പോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ 2 ദിവസം ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൽ എനിക്കും അഭിമാനമുണ്ട് എന്ന്. തന്നെ അടുത്ത ദിവസം രാവിലെ നേരം വെളുത്തതും നമ്മുടെ ആൽവിൻ യാത്ര തുടർന്നു. മനോഹരമായ ആ വഴികളിലൂടെ ചുറ്റുവട്ട കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ ലോൺ മൂവറിന്റെ മാക്സിമം വേഗത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പോവാണ്. ലോകം എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്ന് കൂടി പറയാം. ഇത്രയും നാളെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ ടൗണിൽ അങ്ങനെ ജീവിച്ചു വന്നു. പുറത്തോട്ടൊന്നും പോകാറില്ല. ഈവൻ ഇദ്ദേഹത്തിന്റെ മകൾ
റോസിയെ കൊണ്ടുപോലും പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ല. അവരുടെ ആ ഒരു ടൗണിൽ, ആ ഒരു വില്ലേജ് ടൗൺ ഏരിയയിൽ മാത്രം ചുറ്റിപ്പറ്റി അങ്ങനെ ജീവിച്ചവരാണ്. ഒരു മെയിൻ ടൗണിലേക്കൊക്കെ വന്ന കാലം മറന്നു എന്ന് പറയാം. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കിതൊന്നും പുതുമയുള്ള കാര്യമാവണമെന്നില്ല. എന്നാൽ ആൽവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. താൻ എത്രമാത്രം ഒതുങ്ങിയ ഒരു ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്, അടഞ്ഞ ഒരു മെന്റാലിറ്റി കൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. തടിപ്പാലത്തിലൂടെ, കട്ടപ്പാലത്തിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഒരു ഇരുമ്പ് പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റും ആ മുഖത്ത് പ്രകടമാണ്. നമുക്കിടയിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ആളുകൾ, അവരവരുടെ ആ ഒരു ചുറ്റുവട്ടത്ത് അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ അതിന് പുറത്തോട്ടുള്ള ലോകത്തെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകാനുള്ള പേടി കൊണ്ടാവാം. ആ ഒരു ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ലൈഫിൽ എല്ലാവർക്കും വലിയ വലിയ ഡ്രീംസ് ഉണ്ടാവണമെന്നേ. അത്തരത്തിലുള്ള ഡ്രീംസിന് വേണ്ടി ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ബെറ്റർ ആവുക. അതിനുള്ള അവസരങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. ഒരുപക്ഷെ മറ്റൊരാൾ കാരണമാവില്ല നമ്മൾ ഒരിടത്ത് സ്റ്റക്കായി പോകുന്നത്. ആണായാലും പെണ്ണായാലും വീട്ടമ്മയാണെങ്കിലും എന്താണെങ്കിലും നമുക്കായിട്ടൊരു ഡ്രീം സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെങ്കിൽ, അതിനുള്ളൊരു ഇത്തിരി ധൈര്യം കാണിക്കാമെങ്കിൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി കാണിക്കാമെങ്കിൽ, ഈ കഥയിൽ ഇവിടെ നമ്മുടെ ആൽവിന് ലോകത്തിന്റെ ആ വലിപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ആൽവിൻ ഒരു സെമിത്തേരിക്ക് അടുത്താണ് അന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്തുള്ള പള്ളിയിലുണ്ടായിരുന്ന പാസ്റ്റർ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കുന്നു. ആൽവിനും അദ്ദേഹത്തിന് ഇരിക്കാൻ ചെയറൊക്കെ എടുത്തു കൊടുത്ത് രണ്ടാളും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആൽവിന്റെ കഥയൊക്കെ തന്നെ, ഇദ്ദേഹം അത്രയും ദൂരെ നിന്ന് ഈ ലോൺ മൂവറിൽ ഇവിടെ വരെ വന്നു, തന്റെ സഹോദരനെ കാണാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരെയും പോലെയും ഇദ്ദേഹവും ഭയങ്കര എക്സൈറ്റഡ് ആയി. പാസ്റ്റർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് ഇദ്ദേഹം ലൈലിനെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ പാസ്റ്ററിന് ലൈലിനെ നന്നായി അറിയാം. ആൽവിന്റെ സഹോദരൻ ലൈലിന് സ്ട്രോക്ക് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ഈ പാസ്റ്ററാണെന്ന്. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ലൈൽ എവിടെയാണ് ജീവിക്കുന്നതെന്ന് പാസ്റ്റർക്ക് അറിയാം. പാസ്റ്റർ ആ വഴിയൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇക്കഴിഞ്ഞ ഈ കുറച്ച് ആഴ്ചകളോളം ഉള്ള തന്റെ ഈ പ്രയത്നം, തന്റെ ഈ കഷ്ടപ്പാട്, അതിന്റെ ഉദ്ദേശം നടക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ ആൽവിൻ ഒരുമാതിരി അങ്ങ് ഇമോഷണലായി കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക്, നമ്മുടെ ആ ഒരു ബന്ധങ്ങൾക്ക് നമ്മൾ ആ ഒരു വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലത്രേ. നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ സഹോദരങ്ങളുടെ കൂടെ ഓടിച്ചാടി കളിക്കുന്നതാണെങ്കിലും അവരുടെ കൂടെ പല കഥകൾ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആ ചെറിയ ലോകത്ത്, അവരുടെ ആ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അന്ന് നമുക്ക് അതിന്റെ വില മനസ്സിലാവില്ലെങ്കിലും, എന്നാൽ കാലം പോകെ ടീനേജ് പ്രായത്തിലും പിന്നെ അങ്ങോട്ടുമൊക്കെ ആയിട്ട് ആ ഒരു ബന്ധം ഇങ്ങനെ അകന്നകന്നു പോകും. ആ പ്രായത്തിലുണ്ടാവുന്ന വാശി, ദേഷ്യം, അവർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തത്, മുന്നിൽ നിൽക്കുന്നത് തന്റെ സഹോദരനാണെന്നുള്ള ബോധമില്ലാതെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഇതൊക്കെ ആ ബന്ധം ഒരുപാട് വഷളാക്കും. ഒരു കാലത്ത് നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തി നമുക്ക് ശത്രുവായി മാറും. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പാസ്റ്ററും ആമേൻ പറയും. ഫൈനലി ഇപ്പൊ എല്ലാം ഓക്കെ ആവാൻ പോവാണല്ലോ. ഇദ്ദേഹം ലൈലിനെ മീറ്റ് ചെയ്യുന്നതോടെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അങ്ങനെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അടുത്ത ദിവസം നമ്മുടെ ലൈല് ജീവിക്കുന്ന ആ ഒരു ടൗണിലുള്ള ബാറിൽ കയറി ഒരു കുപ്പി വാങ്ങിയാൻ കുടിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ തന്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ചീവ് ചെയ്യുവാണ്. കഷ്ടപ്പെട്ടതിന്റെ ഫലം കണ്ടെത്തുവാണ്. ആ ഒരു സന്തോഷത്തിൽ കുടിച്ചിട്ട്, അതും ഈ പ്രായമായ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് ലൈലിനെ കാണാൻ ചെല്ലും. ടൗണിൽ നിന്ന് അങ്ങോട്ട് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള കുറച്ചധികം ദുർഘടം പിടിച്ച വഴിയാണ്. അതിലൂടെയൊക്കെ ഇങ്ങനെ ഈ വണ്ടി പോകുമ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ വണ്ടി അങ്ങ് നിന്നുപോയി. അന്നേരം അതുവഴി വന്ന മറ്റൊരു മുത്തശ്ശൻ ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട്, നിങ്ങൾ സമാധാനപ്പെട്, തിരക്ക് പിടിക്കരുത്, തിരക്ക് പിടിച്ചാൽ ഒന്നും നടക്കത്തില്ല, ആദ്യം ശാന്തനായിട്ട് സമാധാനത്തോടെ ശ്രമിക്കുക, നടക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല അഡ്വൈസ്. ഈ സമയത്ത് നമ്മുടെ ആൽവിന് വേണ്ടിയിരുന്നതും ഇതൊക്കെ തന്നെയാണ്. ആളും സമാധാനപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ സ്റ്റാർട്ടായി. അങ്ങനെ തന്റെ എല്ലാവിധ എക്സൈറ്റ്മെന്റോടും കൂടി തന്റെ സഹോദരൻ ലൈൽ ജീവിക്കുന്ന വീട്ടിലെത്തി. ലൈലിനെ വിളിച്ചു. പേര് വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നുമില്ല. പിന്നെയും ഒന്നുകൂടെ വിളിച്ചു. ഇത്തവണയും റെസ്പോൺസ് ഒന്നുമില്ല. ഉറങ്ങുവല്ലോ ആയിരിക്കാം. വീണ്ടും ഇദ്ദേഹം വിളിച്ചു. എന്നാൽ പിന്നെയും വിളിച്ചിട്ടും ലൈലിന്റെ അനക്കമൊന്നുമില്ല. ഒരു നിമിഷം ആൽവിൻ അങ്ങ് ഭയമായി. അവിടുന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇപ്പൊ തന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ഭയം അതുപോലെ സംഭവിച്ചിട്ടുണ്ടാവോ? ഉടനെ ഇതേ ലൈൽ ഇദ്ദേഹത്തിന്റെ വിളി കേട്ട് ഇറങ്ങി വരുന്നു. ആൾക്ക് വോക്കറിന്റെ സഹായത്തോടെ നടക്കാൻ പറ്റുള്ളൂ. സ്ട്രോക്ക് ഒക്കെ വന്ന് ഒരുമാതിരി അവസ്ഥയിലല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹോദരൻ ആൽവിനെ കണ്ടപ്പോൾ ലൈലിന് ഒത്തിരി സന്തോഷമായി. ഇദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായി. തന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മെനക്കെട്ട് ഇവിടെ വരെ വന്നു എന്നറിഞ്ഞപ്പോഴേ അങ്ങനെ ഇരുവരും വീണ്ടും ഒന്നായി. എല്ലാവിധ പ്രശ്നങ്ങളും മറന്ന് വളരെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്ന രണ്ടുപേരെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ നല്ല പ്രായത്തിൽ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് ആൽവിനോടെ ചെയ്ത് കാണിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും തനിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്ക് തിരുത്തണമെന്നുള്ള ആഗ്രഹവും ഒക്കെ ആളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയാം. ആളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചു. ശിഷ്ടകാലം അവരിരുവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ലോറൻസിലെ അവരുടെ വീട്ടിലേക്ക് ലൈലും വന്നു. അങ്ങനെ നമ്മുടെ ആൽവിനും ലൈലും റോസും എല്ലാവരും സന്തോഷമായി അവിടെ ജീവിച്ചു. ഇന്നും ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷനാണ് ആൽവിന്റെ ഈ കഥ. ഐ ഹോപ്പ് നമ്മളിൽ പലർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി അതുപോലെ അല്ലെങ്കിലും പല കാര്യങ്ങളിലും നമുക്ക്
റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.